വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഇന്ന് ഞാൻ കമൻറ്റിൻ്റെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡെയിലി ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള റിപ്ലൈ നമ്മൾ ടൈപ്പ് ചെയ്തൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഞാൻ ഇന്ന് ക്ലാസിക്കൽ ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇങ്ങനെ കാണാൻ ആഗ്രഹം എന്നതുകൊണ്ട് ഇപ്പം ഞാൻ അധികം ഒരുങ്ങാന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ്സ് ഇടും, ബിഗ് വെക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, ഇയറിങ്സ് മാറ്റാറുണ്ട്. അപ്പോ ഞാൻ ഒരു കുട്ടിയുടെ കമന്റ് പറയാം. റോമി ട്രാൻസ്ജെൻഡർ, അവൾ എൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എന്നും കാണാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. അവൾക്ക് ഞാൻ റീപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പൊ അതിലൊരു കമന്റിന്റെ റിപ്ലൈ ആണ് ഞാൻ തരാൻ പോകുന്നത്. അവൾ ചെയ്ത കമന്റ്, റോമി ട്രാൻസ്ജെൻഡർ ചെയ്ത കമന്റ്: സുരക്ഷിതമായ രീതിയിൽ സെക്സ് വർക്ക് തെറ്റുണ്ടോ? അതൊരു ജോലിയായി കണ്ടാൽ പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ സുരക്ഷിതമായി സെക്സ് വർക്ക് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ചോദിച്ചാൽ, സെക്സ് ചെയ്യുമ്പോൾ എന്തായാലും സുരക്ഷിതമായിട്ട് ചെയ്യണം. സെക്സ് വർക്ക് ചെയ്യുന്നത് തെറ്റുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ റോമി എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് ജോലികളുണ്ട്. ഇപ്പൊ സെക്സ് വർക്ക് ചെയ്യുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മള് സെക്സ് വർക്കിലേക്ക് പോകണോ എന്ന് ചിന്തിക്കുന്നത് അത് ഒരു ശരിയായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്ക് എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, കൃഷി ചെയ്യാം, വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. സെക്സ് വർക്കിൽ മാത്രമല്ല നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ ഏതൊരു ജോലിയിലും നമുക്ക് നല്ലോണം കാശ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ടാലന്റ് എന്താണോ അത് തിരിച്ചറിയുക, അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം കൊണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോ റോമി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയായിട്ട് ഞാൻ കാണുന്നു, ഒരു പ്രായപൂർത്തിയായ കുട്ടി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെക്സ് വർക്കിലേക്ക് പോകണം എന്ന് ചിന്തിക്കരുത്. അതായത് സെക്സ് വർക്കിലേക്ക് പോയ വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിവർത്തികേട് കൊണ്ട്, സാഹചര്യം കൊണ്ട്, ചിലപ്പോൾ ഇപ്പൊ ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ട് അവരുടെ കൂടെ പോയി അങ്ങനെ ശീലിച്ചു പോയവരായിരിക്കാം, നിവർത്തികേട് കൊണ്ടുപോയവരായിരിക്കാം, വീടുന്നും നാടുന്നും വിട്ടുപോയി അങ്ങനെ ആ ഒരു സെക്സ് വർക്കിലേക്ക് പെട്ടുപോയവരായിരിക്കാം. പല രീതിയിലാണ് അവരുടെ സാഹചര്യത്തിലൂടെയാണ് അവർ സെക്സ് വർക്കറായിട്ട് മാറുന്നത്. സെക്സ് വർക്ക് ഒരു ജോലിയായിട്ട് അവർ ഇന്റർവ്യൂ ചെയ്ത് ചെയ്യുന്നതല്ല. സെക്സ് വർക്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികളെയാണ് കൂടുതൽ കണ്ട് അവരുടെ റോൾ മോഡലായിട്ട് എടുത്തിട്ടാണ് എനിക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അപ്പൊ നമ്മൾ ഏത് ട്രാൻസിനെയാണോ ആദ്യം പരിചയപ്പെടുന്നത് അവരുടെ സ്വഭാവ രീതിയാണ് നമുക്ക് വരിക. ഒരു സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി കാണുന്നെങ്കിൽ അവർക്ക് വേറെ പറഞ്ഞു തരാനുള്ള അറിവുകൾ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ തെറ്റല്ല, അവരുടെ തൊഴിൽ അവർ പറഞ്ഞു തരുന്നു. അപ്പോ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നോടാണ് നിങ്ങൾ ഈ കമന്റ് ചെയ്തെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങള് സെക്സ് വർക്ക് എന്നത് ഒരു ജോലിയായിട്ട് ഏറ്റെടുക്കില്ലേ, അത് തെറ്റോ ശരിയോ അത് അവരുടെ ഭാഗത്ത്, അത് ചെയ്യുന്ന വ്യക്തികൾക്ക് അത് ശരിയാണ്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ സെക്സ് വർക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് പോവാൻ നിൽക്കരുത്. പൊതുവെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ചെയ്ത വ്യക്തികള് അത് തുടരുന്നു. അപ്പൊ നമ്മൾക്ക് വീണ്ടും ഇപ്പൊ ഞാനൊക്കെ പുറത്തു പോകുന്ന സമയത്തും ആ രീതിയിൽ കാണുന്നവരുണ്ട്. ഇപ്പൊ കുറെ സമൂഹം മാറി. പക്ഷെ നിങ്ങള് മുൻകാലങ്ങളിൽ ചെയ്തതെല്ലാം നിർത്തി ഇപ്പൊ പണ്ട് കാലത്താണ് കൂടുതൽ ആൾക്കാർ സെക്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവര് മാറി ചിന്തിച്ച് നല്ലോണം ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും സെക്സ് വർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ ജോലി ചെയ്ത് ജീവിക്കുന്നവർ ഭൂരിഭാഗം കൂടുതലാണ് പണ്ടത്തെ അപേക്ഷിച്ച്. അപ്പൊ നിങ്ങൾ ആ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകരുത്. നിങ്ങൾ വീണ്ടും പഴയൊരു ലെവലിലേക്ക് പോകാൻ ചിന്തിക്കരുത്. സെക്സ് വർക്ക് ഇന്നല്ല നാളെ എന്നും ഉണ്ടാവും. പക്ഷെ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് സെക്സ് വർക്ക് ഇപ്പൊ കുറവാണ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിൽ ഒരുപാട് പേര് ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളൊരു പുതിയൊരു വ്യക്തിയാണ്, അപ്പൊ നിങ്ങൾ ട്രാൻസ് ആണ് തിരിച്ചറിഞ്ഞു, നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം സെക്സ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ജോലി ഒന്നും അല്ല. അതിലൊരുപാട് വരുമാനം കിട്ടുമെന്ന് വെച്ചാൽ അതിന് തുല്യം നമുക്ക് വേറെതിലും വരുമാനം കിട്ടും. അപ്പോ ഒരാൾ കമന്റ് ചെയ്തത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അത് സത്യമാണ്. പക്ഷെ എന്തിനാ വെറുതെ നമ്മളുടെ ലൈഫ് സ്പോയിൽ ചെയ്യണം? ഇപ്പൊ നിങ്ങളൊരു ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ,
എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാനൊരു സെക്സ് വർക്കറാണെന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ അഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ അത് തെറ്റല്ല, സെക്സ് വർക്ക് ചെയ്യുന്നത് തെറ്റല്ല. പക്ഷെ നമ്മളുടെ അമ്മ, അച്ഛൻ, നമ്മളുടെ സഹോദരികള്, ചേട്ടന്മാര്, നീ അവരുടെ മുന്നിൽ തുറന്നു പറയോ ഞാനൊരു സെക്സ് വർക്കറാണെന്ന് പറയാൻ നിനക്ക് ധൈര്യം കാണോ? അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ജോലി ആണെങ്കിൽ നിനക്ക് അതിലൊരു അഭിമാനം ഉണ്ടാവും. നീ ഒരു പോലീസ് ഓഫീസർ ആവാം, ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ബിൽഡിംഗ് ഡിസൈനർ ആവാം, എത്ര ജോലികൾ. അതായത് ബിസിനസ്സിൽ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പറ്റും. സെക്സ് വർക്ക് ഒരു ബിസിനസ് ആണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതില് ബെറ്റർ ആയിട്ട് ഒരുപാട് ജോലികളുണ്ട്. പുരുഷന്മാർ എത്ര പേര് ജോലി, ഇപ്പൊ സെക്സ് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു പുരുഷൻ 1000-2000 കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അത് ചെറിയൊരു വാല്യൂ ഉള്ള എമൗണ്ട് ആണ്. അപ്പൊ അവന്റെ സാലറി എത്ര ഉണ്ടാവും? ലക്ഷങ്ങളായിരിക്കും അവന്റെ ഈ സാലറി. മനസ്സിലാണ്? അത് കൂലിപ്പണിക്ക് പോകുന്നവരും 1000 രൂപ കൊടുത്ത് പോകുന്നവരുണ്ടാവും, അവരെ നിവർത്തിക്കോടാ. അപ്പോ നിങ്ങൾ ഈ ലോകത്ത് ഒരുപാട് ജോലികളുണ്ട്, നല്ലോണം സാലറി കിട്ടുന്ന ജോലിയുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കുക, നിങ്ങളുടെ ടാലന്റ് എന്താന്ന് കണ്ടെത്തുക, അതിലൂടെ ബിസിനസ്. ഒരു തയ്യൽ ജോലിയാണെങ്കിൽ കൂടെ ഒരു ഷോപ്പ് ഇടുക, വലിയൊരു ടെക്സ്റ്റൈൽസ് ഇടുക, കുറേ ഷോപ്പുകൾ ഇടുക, അതിലെത്ര വരുമാനം കിട്ടും? സെക്സ് വർക്ക് ചെയ്ത് തന്നെ കാശ് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ചിന്തിക്കരുത്. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, നിങ്ങൾ അത് തുടരാൻ നിൽക്കരുത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയണത്, നിങ്ങൾ നന്നായി പഠിക്കുക, നിങ്ങളുടെ ടാലന്റ് എന്താന്ന് കണ്ടെത്തുക, അതിന് പറ്റിയൊരു ജോലിയിൽ അത് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സാലറി ആക്കിയെടുക്കാൻ ശ്രമിക്കുക. സെക്സ് വർക്കിൽ എത്രത്തോളം കിട്ടുന്നുണ്ട്, എത്ര ലക്ഷങ്ങൾ കിട്ടുന്നു, അത്രയും ലക്ഷങ്ങളുള്ള ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ അത് നമ്മളുടെ മനസ്സിൽ വിശ്വാസമുണ്ട്. കൃഷിപ്പണിക്ക് നമുക്ക് എത്ര കാശ് കിട്ടും? ഏതൊരു ജോലിക്കും നമുക്ക് അതിൻ്റെതായ കാശ് കിട്ടും. അപ്പൊ നമ്മളുടെ ടാലന്റ് എന്താണോ അത്. പിന്നെ സെക്സ് വർക്ക് ചെയ്യുന്നവരോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പുതിയൊരു വ്യക്തിയാണെങ്കിൽ മുമ്പ് ചെയ്യുന്നവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊരു അവര് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. എൻ്റെ ഒരു മനോഭാവത്തില് ഇത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അത് വേണ്ട. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടില് സപ്പോർട്ടാണ്. തുടക്കത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നിരുന്നാലും അച്ഛൻ സപ്പോർട്ടല്ല. എന്നിരുന്നാലും എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കണത്. അപ്പൊ എൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തു, അതുകൊണ്ട് എൻ്റെ നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു, എൻ്റെ ജോലി സ്ഥലത്ത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ മറ്റുള്ളവർ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത് എൻ്റെ അമ്മയുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഫാമിലി സപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് അവർ പുറത്തു പോയി ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റിലേക്ക് പോകില്ല. അതെനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലി, ഇപ്പൊ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നാളെ നാട്ടുകാര് മോശപ്പേര് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അമ്മയ്ക്ക് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ട്രാൻസ് സെക്സ് വർക്കിലേക്ക് പോകുന്നത് എന്നൊക്കെ ഞാൻ അമ്മയ്ക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അമ്മ പറഞ്ഞത് എൻ്റെ അടുത്ത് അങ്ങനെയാണ്. അപ്പോ നാട്ടില് ഞാൻ നല്ലൊരു ചെറുക്കൻ, ഇപ്പൊ ഞാൻ പെൺകുട്ടി ആണെങ്കിൽ കൂടെ നല്ലൊരു ചെറുക്കനായിട്ടാണ് അറിയപ്പെടുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ നാട്ടില് അത് നല്ലൊരു കുട്ടി, ജോലിക്ക് പോകുന്നു വരുന്നു. അപ്പൊ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും ഇപ്പൊ സെക്സ് വർക്ക് ചെയ്യുന്നവരും പരിചയമുള്ളവരുണ്ട്. അപ്പൊ പറയും ബസ് സ്റ്റോപ്പില് എന്നും തലയും താഴ്ത്തി പോകുന്ന കുട്ടിയാണ്. അതായത് പബ്ലിക്കിലുള്ളവർ തന്നെ അവരുടെ അടുത്ത് സെക്സിന് പോകുന്ന സമയത്ത് പറയും, ഒരു കുട്ടി മാത്രമുണ്ട്, ആരുടെ മുഖത്തും നോക്കില്ല, തലയും താഴ്ത്തി പോകും എന്ന് പറയാറുണ്ട്. അപ്പൊ എന്നിട്ട് കമ്മ്യൂണിറ്റി ഉള്ളവർ എന്നെ വിളിച്ചു പറഞ്ഞു, അനിലയുടെ പബ്ലിക് നല്ലൊരു പേരാണ്, സെക്സ് വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷെ അവരെൻ്റെ അടുത്ത് പറയുന്നത് നിന്നെ എല്ലാവർക്കും അറിയാം, നീ ആരെയും മൈൻഡ് ചെയ്യില്ല, നിനക്ക് നല്ലൊരു പേരാണ് പബ്ലിക്കില്. ഞങ്ങളുടെ അടുത്ത് സെക്സിന് വരുന്ന ആൾക്കാരടക്കം പറയാറുണ്ട്. ഞാൻ ആരും ശ്രദ്ധിക്കാറില്ല, കാരണം എനിക്ക് സമയമില്ല. ഞാൻ രാവിലെ ഓഫീസിൽ പോകും, തിരിച്ചു വരും. നമ്മളുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് എന്നെ ഒരുപാട് പേര് അറിയും. നമ്മൾ ട്രാൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ട്രാൻസ് ആയതുകൊണ്ട് നമ്മൾ ട്രാൻസിന് എല്ലാവർക്കും നമ്മൾ അറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നുള്ളതും അറിയാം. സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ നമ്മൾ ആ സ്പോട്ടിൽ പോയി നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റൊന്നും അല്ല. പക്ഷെ പൊതുവെ ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാൻ പറയണ സെക്സ് വർക്ക് ആണെന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അവരുടെ വേദനകൾ എന്തൊക്കെ ആയിരിക്കും, അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഞാൻ നിങ്ങളെ റോമി ഒരു സഹോദരിയായിട്ട് കാണുന്നു, എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. നിങ്ങളൊരു സെക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പേഴ്സണലി എനിക്ക് അതാണ് അഭിപ്രായം. പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിന് പോകണോ വേണ്ടോ. പക്ഷെ എനിക്ക് അതിനോട് യോജിക്കുന്നില്ല, അത് ശരിയായിട്ടുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ സെക്സ് വർക്കിന് പോകുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയാം. അതൊരു ഈസി ആയിട്ടുള്ള ഒരു ജോലിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.
എനിക്ക് പിന്നെ അതൊട്ടും പറ്റില്ല. എനിക്ക് അത്രയും പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഞാൻ പെണ്ണാവുന്ന സമയത്ത് തന്നെ ജോലി ചെയ്ത് ജീവിക്കണം എന്നായിരുന്നു. കാരണം ഞാൻ ഇതുപോലെ യൂട്യൂബിലെ വീഡിയോസ് കണ്ട ഒരുപാട് പേര് ജോലി ചെയ്ത് വിവാഹം കഴിച്ച് കുടുംബിനിയായിട്ട് ജീവിക്കുന്നവരാണ്. ഞാൻ സൂര്യയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സൂര്യ ഏഷ്യാൻ. അവരുടെ പണ്ട് മുതലുള്ള വീഡിയോസ് കണ്ട് സത്യം പറഞ്ഞാൽ അവരുടെയാണ് ആദ്യത്തെ ഞാൻ കാണുന്ന വീഡിയോ. നമുക്കൊരു ഇൻസ്പിറേഷൻ. അങ്ങനെ മോഡലിംഗ് ചെയ്യുന്ന ട്രാൻസ് വുമൻസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ പദ്മിനി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് വുമൺ ആണ്. അവര് മീഡിയ റീഡറാണ്, ന്യൂസ് റീഡറാണ്, ആക്ട്രസ് ആണ്. എല്ലാവർക്കും അഭിമാനം കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവരുടേത്. അവർ വിവാഹം കഴിച്ച ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ടാലന്റ് ഉണ്ട്, പക്ഷെ അവർ കുടുംബിനിയായിട്ട് ജീവിക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എല്ലാ ട്രാൻസിന്റെയും അത് തന്നെയാണ്. ഒരു അമ്മയാവുക, ഒരു കുഞ്ഞിനെ നല്ലോണം പരിപാലിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മളുടെ കരിയറൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പോകുന്നത്, നമുക്ക് അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. സ്ത്രീകൾക്ക് അത് ചിലപ്പോൾ ഈസി ആയിരിക്കാം, നമുക്കത് കിട്ടാത്തത് കൊണ്ട് നമുക്കത് ഒരുപാട് ആഗ്രഹമായിരിക്കും, കഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യും. അപ്പോൾ എല്ലാവരും അത്രയും അഭിമാനത്തോടു കൂടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നു. അപ്പൊ അവരുടെയൊക്കെ വീഡിയോസ്, പിന്നെ ഞാൻ പരിചയപ്പെട്ടവരാണെങ്കിലും റെയിൽവേയിൽ ജോലി ചെയ്യുന്നവരാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ റിസർച്ച് ചെയ്യാറുണ്ട്. കാരണം ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ്, കാരണം എനിക്ക് അതുപോലെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് ഞാൻ ആ രീതിയിലേക്ക് മാറാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ മുൻകൂട്ടി അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത്. എനിക്കും ഈ പറഞ്ഞതുപോലെ ഞാൻ ട്രാൻസിനെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്നവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ തെറ്റു പറയുന്നില്ല, സെക്സ് വർക്ക് ചെയ്യുന്നതിൽ നല്ലവരും ഉണ്ട്, മോശമായിട്ടുള്ളവരും ഉണ്ട്. അവര് നമ്മളടുത്ത് സംസാരിക്കുന്ന തെറി ഭാഷ ഉപയോഗിച്ച് ഭരണി പാട്ട് പാടുന്ന രീതിയിലാണ് നമ്മളെ സ്നേഹത്തോടെ മോളെ എന്ന് വിളിക്കുന്നതൊക്കെ തെറിയിലൂടെയാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്കത് കംഫർട്ടബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. അതുപോലെ ഈ സർജറിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ സർജറി ചെയ്യിപ്പിച്ചു തരാം, തമിഴ്നാട് കൊണ്ടുപോവാം, അവർ ഈ പറയുന്നത് സെക്സ് വർക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ താല്പര്യമില്ല, സ്വന്തം വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കി സെക്സ് വർക്ക് ചെയ്യാതെ സർജറി ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ എളുപ്പമാർഗം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, തമിഴ്നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്. അവിടെ കൊണ്ടുപോയി വിടും, അവിടെ നമ്മൾ സെക്സ് വർക്ക് ചെയ്ത് കാശ് കൊടുത്ത് നമ്മളെ ശരീരം മാറ്റി തരും. അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്. ആ സംഭവങ്ങളൊക്കെ എനിക്ക് പേടിയാണ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. അപ്പോൾ എനിക്കിങ്ങനെ ജോലി ചെയ്ത് സർജറി ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ എന്താണോ ചിന്തിച്ചത് അതുപോലെ തന്നെ എനിക്ക് ആവാനും സാധിച്ചു. നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. അപ്പോ പിന്നെ ഇപ്പോഴും എനിക്ക് സെക്സ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ്. എല്ലാവരെയും നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളടുത്ത് നോർമലി സംസാരിക്കും, നമ്മളെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള റെസ്പെക്റ്റിൽ തന്നെയാണ് സംസാരിക്കാറ്. അതുപോലെ അവരും നിവർത്തിക്കേട് കൊണ്ട് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അടുത്തറിയുന്ന കുറച്ച് പേരുണ്ട്, അവരത് നിവർത്തിക്കേട് കൊണ്ട് ചെയ്യുന്നതാണ്. അത് ഓരോരുത്തരുടെ മനോഭാവമാണ്. പിന്നെ അവരെന്ന് പറയുമ്പോൾ ഇങ്ങനെ സെക്സ് വർക്കിന് സപ്പോർട്ട് ചെയ്യാത്തവരുമാണ്, അവർ തന്നെ പെട്ടുപോയി എന്ന രീതിയിലൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ചില സെക്സ് വർക്കേഴ്സ് അവർ കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. വേറൊരു ട്രാൻസ് വരുമ്പോൾ സെക്സ് വർക്കിലേക്ക് പോവാതെ അവളെ പഠിപ്പിക്കാനും മറ്റു സഹായങ്ങൾ ചെയ്യാനും നിൽക്കുന്നവരുണ്ട്. അപ്പൊ പലരും പല സ്വഭാവക്കാരാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പരിചയപ്പെട്ട പല രീതിയിലുള്ള സ്വഭാവക്കാരാണ്. സെക്സ് വർക്ക് ചെയ്യുന്നതിൽ തന്നെ മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ട്, നന്നായി സംസാരിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെ സ്വഭാവം പോലെ നമ്മളോട് സിമ്പതിയോട് സംസാരിക്കുന്നവരുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്. അപ്പൊ പല രീതിയിലുള്ള സ്വഭാവക്കാരാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഇതിലേക്ക് പോകരുത്. നിങ്ങൾ ജോലി ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കാനായിട്ട് നോക്കാം. സെക്സ് വർക്ക് ചെയ്യണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. സെക്സ് ചെയ്യാതെ ആരും പിരിക്കാൻ പറ്റില്ല, അത് എല്ലാവരും നോർമലാണ്. എല്ലാവരും സെക്സ് ചെയ്യാനുള്ള താല്പര്യങ്ങൾ കാണും, പുരുഷനായാലും സ്ത്രീ ആയാലും. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, അത് നമുക്ക് ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. സെക്സ് വർക്ക് ചെയ്യരുത്, അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം. നന്ദി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.